നമുക്കൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ഇനീഷ്യലായിട്ട് എടുക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ലൈസൻസും രജിസ്ട്രേഷനും. പലപ്പോഴും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിലേ, അതുപോലെ തന്നെ പലപ്പോഴും പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 3 വർഷം വരെ നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. പകരം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട KSwift എന്നുള്ള ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. 3 വർഷം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതിലാണ് നിങ്ങളുള്ളത് അതിലോ അവിടുത്തെ ലൈസൻസിലോട്ട് മാറ്റണം. അപ്പോൾ ഇനീഷ്യൽ വരുന്ന പ്രശ്നങ്ങൾ, ടൈം ഡിലേ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസിക്ക് പിന്നെ മാറിയാൽ മതി. ഓക്കെ, ഇത് പല ആളുകൾക്കും അറിയാത്തതാണ്. പല ആളുകളും ഈ ഒരു ലൈസൻസ് രജിസ്ട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഡിലേ വരുത്താറുണ്ട്. ഇനി ഇവിടെ വേറൊന്ന് ശ്രദ്ധിക്കണം. പല ആളുകളും ഈ ഒരു നമുക്കറിയാം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആണ് KSwift നിർബന്ധമായിട്ട് അതല്ലെങ്കിൽ ഒന്നാലും പഞ്ചായത്ത് ലൈസൻസ് അതല്ലെങ്കിൽ KSwift രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതല്ലാതെ പല ആളുകളും MSME രജിസ്ട്രേഷൻ എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ആണ്. ചെറുകിട സംരംഭകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മൈക്രോ മീഡിയം സ്മാൾ എന്റർപ്രൈസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള ലൈസൻസ് ആണ്. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. കേരളത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ KSwift അല്ലെങ്കിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് എടുത്തിട്ട് ബിസിനസ് ചെയ്യാം. പലപ്പോഴും പല ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് പല ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പല ആളുകൾക്കും അത് പുതിയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അറിയാത്ത ആളുകൾക്ക്, ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യും.